രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ട ആ മട്ടൻ കുറുമയുടെ റെസിപ്പി നോക്കിയാലോ. ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ റെസിപ്പി കേട്ടോ. എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ചെറിയ സവാള, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. സവാള ഒഴിക്കുക, ബാക്കിയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ കുക്കർ അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് ക്രഷ് ചെയ്തെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാവേ. അതിനുശേഷം അതിലേക്ക് സവാള അരിഞ്ഞതും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മട്ടൺ ഇട്ട് കൊടുക്കാവേ. 1 കിലോ മട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള അളവാണ് ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, മട്ടണിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കിട്ടുവേ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വേകുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അരമുറി തേങ്ങ തിരുമ്മിതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് ഈ ഒരു കളറാകുമ്പം ഓഫാക്കാം. ഒരുപാട് വറുത്ത് പോകണ്ട കേട്ടോ കുറുമയ്ക്ക്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വെന്ത് കിടക്കുന്ന മട്ടനിലെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഈ ഒരു പരുവത്തിൽ മതി. ഇനിയിപ്പോൾ ഇതിനൊരു താളിപ്പും കൂടെ റെഡിയാക്കാവേ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി മട്ടൻ കുറുമ റെഡിയായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ലൊരു റെസിപ്പിയാണേ.